ഈ സ്ഥലം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ചതുപ്പ് പോലെയുള്ള പ്രദേശമാണ്. ഇവിടെ കമുകുണ്ട്, ഒപ്പം തന്നെ കാപ്പിയുണ്ട്, തൊട്ടപ്പുറം വനമാണ്. വനം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു പ്രദേശമാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ രാധ എന്ന് പറയുന്ന ആ സ്ത്രീ 45-കാരിയാണ്, ഈ പ്രദേശവാസിയാണ്. അവർ ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് ഇവിടേക്ക് വന്നു, കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയാണ് എത്തിയത്. ഇവിടെ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ തണ്ടർബോൾട്ട് സംഘത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ നേതൃത്വത്തിൽ പരിശോധന. ഒരുപക്ഷെ അവർ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോമ്പിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ സംഭവം പുറം ലോകത്തേക്ക് എത്തുക പോലും ഇല്ലായിരുന്നു. അവരുടെ കോമ്പിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവത്തിന് ഈ തണ്ടർബോൾട്ട് സംഘമാണ് സാക്ഷ്യം വഹിച്ചത്. ഉടൻ തന്നെ അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഏതാണ്ട് ഒരു 150 മീറ്റർ അകലേക്ക് വലിച്ചിഴച്ച് ഈ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് ബ്ലഡ് സ്റ്റെയിനൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് നമുക്ക് അവിടേക്ക് പോകാം. അതായത് ഇല്ലി ഉൾപ്പെടെ ഓട പോലുള്ള ഇല്ലിയുള്ള ഒരു കാട് പോലുള്ള പ്രദേശമാണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വിവരങ്ങളും എല്ലാം തന്നെ ശേഖരിക്കുകയാണ്. ഇവിടെ വെച്ച് ഈ രാധയെ പിടികൂടുന്നു. ഇവിടെ നിന്ന് നേരെ വലിച്ചിഴച്ച് നേരെ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോയ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 150 മീറ്റർ മാത്രം അപ്പുറത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മോടൊപ്പം അഭിജിത്ത് മുഴക്കുന്നു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഈ അവസ്ഥയിൽ വീണ്ടും കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഭയാശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സ്ഥിതി തന്നെയല്ലേ? തീർച്ചയായും സുർജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മളോട് പ്രതികരിച്ച രണ്ടുപേർ പറയുന്നത് അവർ ഈ പ്രദേശത്തിൻ്റെ സമീപത്ത് വെച്ച് തന്നെ കടുവയെ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. അവർ ഈ കടുവയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞോടി രക്ഷപ്പെടുകയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അത് ഈ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ച് അത് ഏറ്റവും അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന, അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് വെച്ചാണ് ഈ രാധയെ കടുവ അകത്തേക്ക്, ഈ വനത്തിനകത്തേക്ക് കൊണ്ടുപോയത്. നേരത്തെ നമ്മൾ ഈ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിനുള്ളിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് രാധ ഇവിടേക്ക് ഈ കാപ്പിക്കുരു ശേഖരിക്കുന്നതിനായി ഈ പ്രദേശത്തേക്ക് എത്തിയത്. അവർ ഈ ഭാഗത്തേക്ക് എത്തിയ ഉടൻ തന്നെ ഉള്ളിൽ നിന്ന് എത്തിയ കടുവ ഇവരെ കടിച്ചെടുത്ത് ഈ വനത്തിനകത്തേക്ക് തിരികെ ഓടുകയായിരുന്നു. ഏതാണ്ട് 200 മീറ്ററോളം അകത്തേക്ക്, ഈ വനത്തിനകത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഭക്ഷിച്ച് ശരീരാവശിഷ്ടങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. ഈ തണ്ടർബോൾട്ട് സംഘത്തിൻ്റെ പരിശോധനയിലാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ കാണുന്നതും അങ്ങനെ ഈ സംഭവം പുറത്തറിയുകയും ചെയ്തത്. നമ്മളിപ്പോൾ ഈ എസ്റ്റേറ്റിൽ നിന്ന്, പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്ന് മുകളിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഈ വരുന്ന വഴിയിലൊക്കെ തന്നെ വീടുകളുണ്ട്, ജനവാസ മേഖല തന്നെയാണ്, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറുണ്ട് എന്ന് നാട്ടുകാർ പറയാറുണ്ട്. പക്ഷേ കടുവയുടെ ഒരു സാന്നിധ്യം അതവർ ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ല. അത്തരത്തിലുള്ളൊരു ഭീതി അവർക്കുണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ആ രീതിയിലുള്ള മുന്നറിയിപ്പും അവർ എടുത്തിട്ടില്ല. ഏതായാലും അപ്രതീക്ഷിതമായൊരു ആക്രമണമാണ് ഇന്നുണ്ടായത്. ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാകാനിടയായ ഒരു സാഹചര്യമുണ്ടായി. വലിയ ഉറപ്പുകൾ ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന്, അധികൃതരിൽ നിന്നൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലും എന്നതടക്കമുള്ള ഉറപ്പുകളാണ്. ഇനി കൂടുതൽ വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാത്ത തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഇവിടെ വച്ചാണ് രാധയെ ഈ വനത്തിനകത്തേക്ക് കൊണ്ടുപോയത്. ഈ രക്തത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഈ കടുവ രാധയെ കടിച്ച് ഈ വനത്തിനകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതാണ്ട് 150 മീറ്ററോളം ഭാഗത്തേക്ക്, ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ കടുവ വന്നതിൻ്റെ പാടുകൾ അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടുവയുടെ കാൽപ്പാടുകളടക്കം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഇതിന് തൊട്ട് പുറകിൽ ഒരു വഴി ഈ ഭാഗത്തേക്കുണ്ട്. ഈ ഭാഗത്തുള്ള ഈ വഴിയിൽ കൂടിയാണ് രാധ ഇവിടേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ സാധാരണ രീതിയിൽ ഇവിടേക്ക് എത്തുന്ന വഴിയുമാണത്. അങ്ങനെ അവർ എപ്പോഴും എത്തുന്ന വഴിയിലൂടെ ഈ പ്രദേശത്തേക്ക് കാപ്പിക്കുരു ശേഖരിക്കുന്നതിനായി എത്തുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായൊരു ആക്രമണം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വഴി. ഈ വഴി സാധാരണയായി രാധ ഈ വഴി എത്താറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇന്നും അവരെത്തുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഭീതിപ്പെടുത്തുന്ന ഒരു ആക്രമണം അവർക്ക് നേരെ
നേരെ ഉണ്ടാകുന്നു. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് ഈ രക്തപ്പാടുകളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും ഏറ്റവും ദാരുണമായ ഒരു സംഭവം തന്നെ, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നാട്ടുകാരുടെ വലിയ ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അവരുടെ ആ പ്രതിഷേധത്തിൻ്റെ കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം നിരന്തരമായ ഇത്തരത്തിലുള്ള വാർത്തകൾ അത് എപ്പോഴും അവർക്ക് ഈ കേൾക്കാറുള്ളതാണ്. ആന ഇറങ്ങിയതും പുലി ഇറങ്ങിയതും കടുവ ഇറങ്ങിയതുമായ വാർത്തകൾ അവരുടെ മുന്നിലേക്ക് എത്തുന്നു. ഒടുവിൽ അവർക്ക് കൺമുന്നിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ച ഉണ്ടാകുമ്പോൾ അവരുടെ പ്രതികരണം അത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് തന്നെയാണ്. നമ്മൾ ഇവിടെ അധിക നേരം നിൽക്കുന്നത് അത്രത്തോളം നല്ലതാണ് എന്ന് കരുതുന്നില്ല. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് പറയുന്നുമുണ്ട്. നിലവിൽ കടുവയെ വീണ്ടും കണ്ടു എന്ന് നാട്ടുകാർ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അധിക സമയം ഇവിടെ നിൽക്കുന്നത് എത്രത്തോളം ബുദ്ധിയാണ് എന്ന് പറയുക വയ്യ. അതിനാൽ തന്നെ ഇവിടെ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം കൂടി നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നൽകുന്നുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ എസ്റ്റേറ്റിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം ഇപ്പുറമാണ് ഇവിടെ ഈ ജോലിയെടുക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ അടുത്തടുത്തായി വീടുകളിൽ താമസിക്കുന്ന നിരവധി പേരാണ്. അതിന് തൊട്ടടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ കടുവ ഇങ്ങനെ ഈ സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയത്, കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത് എന്ന് പറയുമ്പോൾ തന്നെ അത് അവരെ സംബന്ധിച്ച് വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അവരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അതിനാലാണ് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. മന്ത്രിയെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഏതായാലും നിലവിൽ ഈ ആശങ്ക ഇവർക്ക് പൂർണ്ണമായും പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ നരഭോജി കടുവയെ പിടികൂടേണ്ടതുണ്ട്, അതിനെ വെടിവെച്ച് കൊല്ലേണ്ടതുണ്ട്. ആ രീതിയിലുള്ള നടപടികൾ എങ്ങനെയാണ് സുർജിത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ചേർന്ന്? സുർജിത്ത്, ഏത് രീതിയിലാണ് ഇനി ഇതിൻ്റെ ഈ കടുവയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് ഈ കടുവ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള ഒരു SOP ഉണ്ട്. ആ പ്രൊസീജിയർ പാലിച്ചാകും വനംവകുപ്പ് വെടിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. വെടിവെക്കുന്നതിന് മുമ്പ് ഇവിടെ കേജിങ്ങും നടത്തുന്നുണ്ട്. അതായത് ഏത് തരത്തിലാണ് കടുവയെ പിടികൂടുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേജിങ് ഉണ്ട്, അതായത് കൂട് സ്ഥാപിക്കും. കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതായത് 3 പേർ ഈ പ്രദേശത്തുള്ള ആളുകൾ കടുവയെ വീണ്ടും കണ്ടത് അല്പസമയം മുമ്പാണ് കണ്ടത്. അത് കണ്ട ഉടൻ തന്നെ അവർ അവിടെ നിന്ന് ഓടിപ്പാഞ്ഞ് ഇവിടേക്ക് എത്തുകയായിരുന്നു. നേരെ അത് കടുവ അവരെ കണ്ട വഴിക്ക് അവർ ആ ഒരു കാട്ടിൽ മയങ്ങി അങ്ങനെ നിൽക്കുന്ന ഒരു നിലയിലായിരുന്നു. ഇതിന് വലിപ്പമുണ്ട്, പക്ഷേ അതോടൊപ്പം വയറൊക്കെ ഒട്ടിയ നിലയിലാണ്. ശരിക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. 3 പേരാണ് ഈ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തേക്ക് പോയത്. അവർ പോയ ഉടൻ തന്നെ ആ പ്രദേശത്ത് വെച്ച് അവിടെ കൃത്യമായ രീതിയിൽ തന്നെ അതിനെ കണ്ടു. അത് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കുടയുന്ന നിലയിൽ ആണ് അങ്ങനെ ഒരു കാഴ്ചയാണ് കണ്ടതെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്പടിക്കുന്നുണ്ടായിരുന്നു, അവരോട് വിവരം അറിയിച്ചു. ഒപ്പം തന്നെ തണ്ടർബോൾട്ട് സംഘവും ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ വേഗത്തിൽ തന്നെ ഇവിടേക്ക് വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധനയിൽ ഇപ്പോൾ നിലവിൽ കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കടുവ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയുള്ള വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ മേഖലയിൽ അരിച്ചു പെറുക്കുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അത് ഒരു സംഘമല്ല, ഒരു വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തന്നെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ തണ്ടർബോൾട്ട് സംഘമുണ്ട്. ഇവിടെ കൃത്യമായ രീതിയിൽ തന്നെ അതിനകത്ത് പഗ്മാർക്കടക്കം കാണാം, അതായത് ഇതിൻ്റെ കാൽപ്പാടുകളടക്കം കടുവയുടെ കാണാം. ഒപ്പം തന്നെ രക്തക്കറ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ രാധയെ പിടിച്ച് വലിച്ചിഴച്ച് ഇവിടെ നിന്നും നേരെ കൊണ്ടുപോയത്. ഇത് ഏതാണ്ട് 150 മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലത്താണ് മൃതദേഹം കാണപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇവിടെ നിൽക്കരുത് എന്നുള്ള നിർദ്ദേശമാണ്. കാരണം അത്രയും അപകടകരമായ ഒരു സ്ഥിതിയുള്ള അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെ വേണം കൊണ്ടുപോകാൻ. കാരണം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. നമ്മൾ സുർജിത്തും അഭിജിത്തും മാത്രമല്ല നമ്മുടെ കൂടെ നമ്മുടെ ക്യാമറ ടീമുണ്ട്. ഇതിപ്പോൾ ഈ കടുവയെ വീണ്ടും കണ്ടതുകൊണ്ട് തന്നെ അതിദാരുണമായ ഒരാൾ കൊല്ലപ്പെടുന്നു, കൂട്ടത്തിൽ ഒരാൾ പോകുന്നു, അതിൻ്റെ വേദന, അതോടൊപ്പം തന്നെ ഈ കടുവയെ വീണ്ടും കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആശങ്കയും ഭയവും ഒക്കെ അവരിലുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് നടന്ന് നീങ്ങുന്നത്, നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കടുവയെ കണ്ടുപിടിക്കാൻ കഴിയും, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ആ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.